ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ വീട്ടിൽ ശല്യക്കാരെ കൊണ്ടിരിക്കുന്ന പാറ്റ, പല്ലി, എലി, അതുപോലെ തന്നെ ഈച്ച, എട്ടുകാലി എന്നിവയെ തുരത്താനുള്ള നല്ല കിടിലൻ ടിപ്സും അതുപോലെ തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി, യൂസ്ഫുൾ ആയിട്ടുള്ള വേറെയും ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഗ്രാമ്പൂ ആണ് കേട്ടോ. ഗ്രാമ്പൂവിൻ്റെ സ്മെല്ല് നമ്മളുടെ ഈച്ച, പാറ്റ, അതുപോലെ തന്നെ പല്ലിക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഗ്രാമ്പൂ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാളയുടെ അരമുറിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുറി എടുത്തതിന് ശേഷം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു സവാളയുടെയും അതുപോലെ തന്നെ ഗ്രാമ്പൂവിൻ്റെ ഒക്കെ സ്മെല്ല് പ്രാണികൾക്കൊന്നും ഒട്ടും പിടിക്കില്ല. അപ്പോൾ സ്ഥിരമായിട്ട് ഈച്ച, പല്ലി, പാറ്റ ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ പരിസരത്തേക്ക് തന്നെ അവകളൊന്നും വരില്ല കേട്ടോ. സവാളയിൽ സൾഫർ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും അതുപോലെ തന്നെ ഗ്രാമ്പൂയിൽ യൂജിനോൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ടുമാണ് ഇത് പ്രാണികളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഗ്രാമ്പൂ നന്നായിട്ട് പൊടിച്ച് വെള്ളത്തിൽ കലർത്തി സ്പ്രേ രൂപത്തിലാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഗ്രാമ്പു കത്തിച്ചും യൂസ് ചെയ്യാട്ടെ. ഏതാണ് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെള്ളമാണ് കേട്ടോ. ഈ വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പട്ട ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് ആ വെള്ളത്തിൽ മിക്സായി വരില്ല. കുറച്ച് സമയം നമ്മൾ വെച്ചാൽ മാത്രമേ ഇതിൻ്റെ ആ എസൻസ് ഒക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് അലിഞ്ഞ് വരുള്ളൂ. അതുവരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനീഗറിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പിൾ സിഡർ വിനീഗർ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രാണികളുടെ ശല്യം എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളുടെ ഈ ഒരു മിക്സിലേക്ക് ഞാനൊന്ന് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ നമുക്ക് അരിച്ചൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്ഥിരമായിട്ട് പ്രാണികളൊക്കെ വരുന്ന സ്ഥലത്ത് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്രാണികളുടെ ശല്യമൊക്കെ നാച്ചുറലായിട്ട് തന്നെ യാതൊരു കെമിക്കൽസും ഇല്ലാതെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് കർപ്പൂരം പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റിവിറ്റിയും നല്ലൊരു സ്മെല്ലും എല്ലാ പ്രാണികളെ അകറ്റാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ സ്പ്രേ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഒരുപാട് ഈച്ചശല്യം, കൊതുക് ശല്യം ഒക്കെയാണല്ലേ. വില കൂടിയ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള മരുന്നൊക്കെ നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ടാവുകയും അതുപോലെ തന്നെ പ്രായമായവർക്കൊക്കെ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഇതുപോലെ നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെമഡി ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ 100% തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. രാത്രി നമ്മുടെ കിച്ചണിലെ ജോലികളെല്ലാം കഴിഞ്ഞ് ഇതുപോലെ ഒരു സ്പ്രേ ഉണ്ടാക്കിയിട്ട് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ സ്മെല്ലിന് പിന്നെ ആ പരിസരത്തേക്കൊന്നും പാറ്റ, പല്ലി, ഈച്ച, കൊതുകൊന്നും തന്നെ വരില്ല കേട്ടോ. കിച്ചണിൽ മാത്രമല്ല നമ്മളെ ബെഡ്റൂമിൽ കർട്ടൻ്റെ അടിയിൽ പിന്നെ നമ്മളെ സോഫയുടെ അടിയിലൊക്കെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന ഈച്ച, പല്ലി, പാറ്റ എന്നിവയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ പ്രായഭേദമന്യേ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് മുട്ടുവേദന, കാലുവേദന, ജോയിന്റ് പെയിൻസ് ഒക്കെ. വേണ്ടിയിട്ട് നല്ലൊരു നാച്ചുറൽ റെമഡിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇത് എരിക്കിൻ്റെ ഇലയാണ് കേട്ടോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് എരിക്കിൻ്റെ ഇല. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. വേദനയുള്ള ഭാഗത്ത് നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ആ ഓയിൽ നമ്മളുടെ ഇലയിലും ഒന്ന് തേച്ച് ചൂടാക്കിയിട്ട് ഇതുപോലെ വേദനയുള്ള സ്ഥലത്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം ഒന്ന് ചൂടും പിടിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ വേദന ശമിക്കുന്നതായിട്ട് കാണാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചില സമയത്ത് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ കാലിൻ്റെ ആ കുതികാല് ഭാഗത്ത് നല്ല വേദന ഉണ്ടാവും. അതുപോലെ തന്നെ കാലിൻ്റെ അടിഭാഗം ഒക്കെ വേദന ഉണ്ടാവുമല്ലേ. എന്നാൽ അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ഒരു ഇഷ്ടിക ഒന്ന് ചൂടാക്കി അതിന് മുകളിലായി ഇല വെച്ച് ആ കാലൊന്ന് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് ക്യൂറായി കിട്ടുന്നതായിരിക്കും. ഈ ഇലയിൽ ധാരാളമായിട്ട് ജൈവ സംയുക്തങ്ങൾ അഥവാ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വീക്കം കുറയ്ക്കാനും അതുപോലെ തന്നെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. എന്ത് ചെയ്തിട്ടും വേദന കുറയാത്തവരുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ഗ്ലാസ് പച്ചരി നന്നായിട്ടൊന്ന് കുതിർത്തി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു കപ്പിൽ 1 കപ്പ് തേങ്ങയാണ് കേട്ടോ. അതേ അളവിൽ തന്നെ ഞാൻ കുറച്ച് ചോറും കൂടെ എടുക്കുന്നുണ്ട്. എടുക്കുന്ന സമയത്ത് രണ്ടും തുല്യ അളവിലായിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ.
ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഈനോയോ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ എന്ത് ചെയ്തിട്ടും വെള്ളപ്പം റെഡി ആയിട്ടില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ക്രിസ്പി ആയിട്ടുമുള്ള വെള്ളപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഞാൻ മാവ് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു ഓവർനൈറ്റ് വെച്ച് കൊടുക്കാൻ ടൈം ഉള്ളവരുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെച്ച് കൊടുക്കാം. നല്ല ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മണ്ടായി കിട്ടും കേട്ടോ. ഞാനിത് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇനോയോ ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കുന്നില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലുള്ള ഒരു കുഞ്ഞു ബൗള് തലകീഴായി നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതൊന്ന് ചെയ്താൽ മാത്രം മതി. നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മാവ് റെഡിയായി കിട്ടും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഞാനൊരു ഓവർനൈറ്റ് വെച്ച് കൊടുക്കിയിരുന്നു. തണുപ്പ് സമയമായതുകൊണ്ട് തന്നെ തണുപ്പൊന്നും ഇല്ലാതെ നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ കുറച്ച് വെള്ളം നമ്മൾ ചൂടാക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് പൊങ്ങി കിട്ടും കേട്ടോ. ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള സംഭവം എന്താണെന്നൊന്നും അറിയില്ല. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അടുത്ത് ഇതുപോലുള്ള കുഞ്ഞു ബൗളില്ലെങ്കിൽ കുഞ്ഞു ഗ്ലാസ് ഉണ്ടെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം സാധാരണയായിട്ട് നമ്മൾ വെള്ളപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ആ രീതിയിൽ ഉണ്ടാക്കി നോക്കാം. കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് കറിയോ അല്ലെങ്കിൽ കിഴങ്ങ് ഇസ്റ്റോ ഒക്കെ ചേർത്ത് ഇത് കഴിക്കാം. അടിപൊളിയാണ് കേട്ടോ. കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കട്ടൻ ചായയുടെ കൂടെയും അടിപൊളിയാണ്. അതുപോലെ തന്നെ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇതുപോലെ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ആ മാവ് ചുരുണ്ടു കൂടി വരുമല്ലേ, നന്നായിട്ട് അന്ന് ചുറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ മാവ് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ചട്ടി നല്ല ചൂടായി വരുന്ന സമയത്താണ് നമുക്ക് വെള്ളപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടാത്തത്. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അരിക് നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കിട്ടിലൻ വെള്ളപ്പം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു നാരങ്ങ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്ത നാരങ്ങ തോടൊക്കെ ഉണ്ടാവുമല്ലോ, അതും യൂസ് ചെയ്യാട്ടോ. അത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിതിലൊരു 2-3 റെമഡി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ചെയ്ത് നോക്കാൻ പറ്റുന്നത് അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. 100% തന്നെ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് തന്നെ ഇവകളൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. നാരങ്ങയിലുള്ള സിട്രസ് സുഗന്ധവും അതുപോലെ തന്നെ ഗ്രാമ്പൂവിലുള്ള നല്ലൊരു ഗന്ധവും കൂടെ കൊതുകിനെ ഈച്ചകളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ എസൻസ് ഒക്കെ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് വന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്ഥിരമായിട്ട് ഈച്ച, കൊതുക്, അതുപോലെ തന്നെ പാറ്റ, പല്ലിയൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. തിളപ്പിച്ചാൽ ഗ്യാസ് ചിലവാകും എന്ന പേടിയുള്ളവരുണ്ടെങ്കിൽ നാരങ്ങ തോലില്ലേ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ബേക്കിംഗ് പൗഡറും കർപ്പൂരം കൂടെ പൊടിച്ചിട്ട് കൊടുത്ത് ഒരു അലുമിനിയം ഫോയിലിൽ ബോൾ പോലെ ആക്കിയതിന് ശേഷം ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു ഹോളുകൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് നന്നായിട്ട് വരികയും ചെയ്യും. അത് കാരണം തന്നെ നമ്മുടെ വീട്ടിലുള്ള പ്രാണിശല്യമൊക്കെ നമുക്ക് അകറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആ സ്പ്രേ ഒന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കിച്ചൺ സിങ്കിൻ്റെ ഹോളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഹോളിലൂടെ വരുന്ന പാറ്റ, പല്ലി, അതുപോലെ തന്നെ എട്ടുകാലി എന്നിവയൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഈ ഒരു ബാക്കിയുള്ളത് ഞാൻ കൗണ്ടർ ടോപ്പിലും ഗ്യാസ് ടോപ്പിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണിത്. ഇതാണ് കേട്ടോ മുടക്കത്താൻ ചീര. ഇംഗ്ലീഷിൽ ഇതിന് ബലൂൺ വൈൻ എന്നും പറയപ്പെടുന്നുണ്ട്. ഇതിന്റെ ഇലകൾ ഇതുപോലെ ഉണ്ടാവും. ഈ പൂക്കൾ വൈറ്റ് കളറിലായിരിക്കും ഉണ്ടാവുന്നത്. വളർന്നു വരുന്ന സമയത്ത് ഇത് ചെറിയ കുറ്റിച്ചെടി പോലെ ഉണ്ടെങ്കിലും വലുതാവുമ്പോൾ ഇത് വള്ളി പോലെ പടർന്നു വരുന്നതായിട്ടായിരിക്കും നമുക്ക് കാണുന്നത്. ഇതിൽ ധാരാളമായിട്ട് വിറ്റാമിൻ എ, സി, കാൽഷ്യം, ഇരുമ്പ്, ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വേദനയും വീക്കൊക്കെ ഉള്ള സമയത്ത് ഇതിൻ്റെ ഇല അരച്ച് നന്നായിട്ട് പുരട്ടുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ പൊടി സന്ധികളിൽ തേക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ ദഹനം മെച്ചപ്പെടുത്തുന്നതിനും അസിഡിറ്റി തടയുന്നതിനും ഇത് തിളപ്പിച്ച് വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ഉണക്കി പൊടിച്ചതിന് ശേഷം വെള്ളത്തിൽ കലക്കി കുടിക്കുകയോ ചെയ്യാം. ത്വക്ക് രോഗങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിന്റെ സംരക്ഷണത്തിനും വളരെ നല്ലതാണ് കേട്ടോ. കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മളുടെ മുടക്കത്താൻ ചീരയും വേരും തണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ താരൻ അതുപോലെ തന്നെ നമ്മളെ തലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുരുക്കൾ ഒക്കെ പോയി കിട്ടുന്നതാണ്.
മാത്രമല്ല മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം വെളിച്ചെണ്ണയിൽ ചാലിച്ച് നമുക്ക് കുളിക്കുന്നതിന് മുമ്പായിട്ട് തലയോട്ടിയിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്ത് മസാജ് ചെയ്ത് വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം സ്പ്രേ ബോട്ടിലാക്കിയിട്ട് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം.